ഒരു കോമൺലി കണ്ടുവരുന്ന ഒരു തെറ്റിദ്ധാരണ ഞാൻ പറയാം. അതായത് പ്രത്യേകിച്ച് ഈ കോളേജ് പാസ് ഔട്ടൊക്കെ ആവാൻ പോണവര് വിചാരിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ് ഔട്ട് ആയി കഴിഞ്ഞാൽ അപ്പം തന്നെ ജോലി കിട്ടുന്നുള്ളതാണ്. അതൊരു 95% അതങ്ങനെയല്ല. പ്രാക്ടിക്കലി അതങ്ങനെയല്ല അത് വർക്ക് ചെയ്യുക. അതൊരു തരം ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടണ പോലെയാണ്. ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു, ഡ്രൈവ് ചെയ്യാൻ അറിയണമെന്നില്ലല്ലോ. ഡ്രൈവ് ചെയ്യാനുള്ള സ്കില്ല് വേണം. പല സിനാരിയോകളിൽ ഡ്രൈവ് ചെയ്യുക, പല റോഡുകളിൽ ഡ്രൈവ് ചെയ്യാനുള്ള സ്കില്ല് ഉണ്ടെങ്കിലല്ലേ ഡ്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെയാണ് പാസ്സായി ഗ്രാജുവേറ്റ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ലൈസൻസ് കിട്ടി, പക്ഷെ സ്കില്ല് വേണം. ഞാനിവിടെ US വന്നതിന് ശേഷം തന്നെ ഇവിടെ ഞാൻ പലരും പരിചയപ്പെട്ടു. ഇവിടെ F1 വിസയിൽ സ്റ്റുഡന്റ് വിസയിൽ വന്നവർ തന്നെ ഇവിടെ വന്ന് മാസ്റ്റേഴ്സ് ചെയ്തിട്ട് വരെ ജോലിയില്ല, ജോലി കിട്ടണില്ല. അപ്പൊ നാട്ടിലത്തെ അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ ഇതൊരു 90% ഇത് ഇങ്ങനെയാണ്. സ്കില്ല് വേണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ ചെയ്യണം. ഒരു എഞ്ചിനീയറിംഗ് കോഴ്സ്, സോഫ്റ്റ്വെയർ ഡെവലപ്പർ, കമ്പനിയുടെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് ആലോചിച്ച് നോക്കിയാൽ അവർക്ക് അവരെ വർക്ക് ചെയ്യാൻ നല്ല സ്കില്ല് വേണം. അല്ലാതെ ഒരു ഡിഗ്രി ഉണ്ടായെന്ന് വെച്ചിട്ട് ലൈസൻസ് നമുക്ക് നമ്മളെ പേഴ്സി വെക്കാം എന്ന് വെച്ചിട്ട് കാർ ഓടിക്കാൻ അറിയണമെന്നില്ലല്ലോ. അതേപോലെ തന്നെ ഉള്ളതും അത് ഞാൻ പറഞ്ഞു വരാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യാം. നമുക്ക് എഞ്ചിനീയറിംഗ് കോഴ്സ് നാട്ടിൽ 4 വർഷം ചെയ്യും. ഈ 4 വർഷത്തിൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യാലോ. പല പല ഇന്റേൺഷിപ്പ് പ്രോഗ്രാംസ് ഉണ്ട്. സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്ത് പഠിക്കാൻ നോക്കാം, ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യാൻ നോക്കാം. നമ്മ ആ ഒരു മൈൻഡ് സെറ്റ് നമ്മളെ മനസ്സിൽ എപ്പോഴും വേണം. ഇതൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്യേണ്ട ഒരു ജോബാണ് ഈ കോഴ്സുകൾ കഴിഞ്ഞിട്ട് കിട്ടാന്നുള്ളത് ബോധം നമുക്ക് ആദ്യമേ വേണം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ കോഴ്സ് കഴിഞ്ഞ അപ്പൊ തന്നെ ജോലി കിട്ടുന്നല്ല ഞാൻ പറയാണ്. ഒന്നും ചെയ്യാതെ കിട്ടുന്നവരെക്കാൾ ഭേദമായിരിക്കും. അതായത് ഒരു ഫ്രഷർ ആയിട്ടുള്ള ഒരാൾ ഒരു കമ്പനി ഹയർ ചെയ്യുമ്പോൾ കമ്പനി സ്വാഭാവികമായിട്ടും ചോദിക്കുക, നിനക്ക് എന്തറിയാം, നിനക്ക് എന്ത് സ്കില്ലാണ് ഉള്ളതെന്ന് ചോദിക്കും. ഉള്ളവനിക്ക് ഇത്തിരി പ്രയോറിറ്റി കൂടും. മനസ്സിലായില്ല? അപ്പൊ സാധ്യതകൾ കൂടും. അപ്പൊ എവിടെയാണ് എന്താണ് പ്രയോജനപ്പെടാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കോഴ്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റണതല്ല നമ്മൾ ചെയ്തിട്ടുണ്ടോ അതൊന്ന് സ്വയം തന്നെ ചോദിച്ചു നോക്കാം. അതൊന്നും ആലോചിക്കുമ്പോൾ ഭൂരിഭാഗം ആൾക്കാരും ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ സ്കില്ലുകൾ ഏതായാലും ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായാലും അവനക്ക് പറ്റുന്ന രീതിയിൽ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള മാർഗങ്ങൾ കണ്ടുപിടിക്കുക, അത് ചെയ്യുക, എന്നാൽ മാത്രമേ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അത് ഏത് നാട്ടിലും അങ്ങനെ തന്നെ. US എന്നില്ല, ഇന്ത്യ എന്നില്ല, UK എന്നില്ല, ഒന്നുമില്ല. സ്കില്ലുണ്ടെങ്കിലേ അവനക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ.